എല്ലാവർക്കും സ്വാഗതം. SSLC IT മോഡൽ പരീക്ഷ 2025 ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇങ്ക്സ്കേപ്പുമായി ബന്ധപ്പെട്ടതാണ്. പ്രിപ്പയർ ആൻ ഇമേജ് ഇൻ ഇങ്ക്സ്കേപ്പ് ആസ് ഷോൺ ഇൻ ദ മോഡൽ. സേവ് ദിസ് ഇമേജ് ഇൻ SVG ഫോർമാറ്റ് ടു exam10 ഫോൾഡർ ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ ആസ് ദ ഫയൽ നെയിം. ഈ തന്നിരിക്കുന്ന മാതൃകയിൽ ഒരു ചിത്രം തയ്യാറാക്കി SVG ഫോർമാറ്റിൽ സേവ് ചെയ്യാനാണ് ഈ ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് exam10 നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ചോദ്യ നമ്പറും ചേർത്തുകൊണ്ടൊരു ഫയൽ നാമമായിക്കൊണ്ട് സേവ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി ഇങ്ക്സ്കേപ്പ് തുറക്കുന്നു. ഇങ്ക്സ്കേപ്പ് തുറക്കുന്നതിനായി ആപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ. ഇതിനെ ഒരു പേജ് ബോർഡർ കളയുന്നതിന് വേണ്ടി ഫയൽ, ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസിലെ ഈ ഷോ പേജ് ബോർഡർ എന്നുള്ളതിൻ്റെ ടിക്ക് മാർക്ക് കളയുന്നു. ഇനി നമുക്ക് വേണ്ടതൊരു എലിപ്സാണ്. യഥാർത്ഥത്തിലൂടെ 3 സർക്കിളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു ചിത്രം തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് ആദ്യം ഈ സർക്കിൾ ടൂളിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം അതിൽ കൊടുത്തിരിക്കുന്ന ഏകദേശം ഒരു കളറ് ഈ ഒരു കളറാണ്. അപ്പോൾ ആ ഒരു കളറ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് വരയ്ക്കുകയാണ്. അതുപോലെ അതിൻ്റെ മുകളിൽ വശത്ത് മറ്റൊരു സർക്കിളൂടെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനിയൊരു സർക്കിള് അതിൻ്റെ ആ ഒരു തീനാളമാണ്, നമുക്കത് അവസാനമായിട്ട് വരയ്ക്കാം. ഇപ്പോൾ ഈ 2 സർക്കിളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ചോദ്യത്തിൽ ആദ്യം കാണുന്നത് താഴ്വശത്ത് ഒരു ഹാഫ് സർക്കിൾ ഉപയോഗിച്ചുകൊണ്ടൊരു നിഴൽ കൊടുത്തുകൊണ്ടാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതാദ്യം നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു സർക്കിളാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോഴും ശ്രദ്ധിക്കുക, സർക്കിൾ ടൂളിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഈ സർക്കിൾ ടൂളിൽ നിർത്തിക്കൊണ്ട് ഇതിൻ്റെ മുകൾ വശത്ത് എൻഡ് എന്ന് കാണാം. ഈ എൻഡ് എന്ന ഭാഗത്ത് 180 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കത് കാണാം, അത് ഹാഫ് സർക്കിളായി മാറിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇപ്പോഴും സർക്കിൾ ടൂളിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഒബ്ജക്റ്റിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു വിൻഡോ ലഭിക്കുന്നതാണ്. ഈ വിൻഡോയിൽ നമുക്കിവിടെ ലീനിയർ ഗ്രേഡിയൻറ്റ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്. ഫില്ലിന് താഴെയുള്ള ലീനിയർ ഗ്രേഡിയൻറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു നിഴൽ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഈ ഒരു വശത്ത് കൊടുക്കേണ്ട ഒരു കളറ്, ഒരു യെല്ലോയിഷ് കളർ കൊടുക്കാം. ഇനി ഈ ഭാഗത്ത് കാണുന്ന ഈ ഒരു ചതുരത്തിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് മൗസ് ഉപയോഗിച്ച് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ച് ഒരല്പം കൂടെ ഒന്ന് നീക്കി വെച്ചാൽ അതിൻ്റെ ആ ഒരു ഡാർക്ക്നെസ് ചോദ്യത്തിൽ തന്നിരിക്കുന്ന മാതൃകയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകൾ വശത്തുള്ള ആ ഒരു ഭാഗമാണ് സെറ്റ് ചെയ്യേണ്ടത്. അതിനായി ഈ ഒരു സർക്കിളാണ് നമ്മൾ എടുക്കുന്നത്. ശ്രദ്ധിക്കുക, എപ്പോഴും സർക്കിൾ ടൂളിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതിലെ നമുക്ക് ഗ്രേഡിയൻറ്റ് റേഡിയൽ ഗ്രേഡിയൻ്റാണ് സെലക്ട് ചെയ്യേണ്ടത്. റേഡിയൽ ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ എക്സ്റ്റീരിയർ ഭാഗത്ത് ഈ ഒരു ഗ്രേഡിയൻറ്റിൻ്റെ ഈ ഒരു ഹാൻഡിലിൽ ഏറ്റവും ഈ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്കവിടെയും ഒരു ലൈറ്റ് യെല്ലോ കളർ കൊടുക്കാം. ഇതൊന്ന് വശങ്ങളിലേക്ക് ക്രമീകരിച്ചുകൊണ്ട് ഈ ഒരു ഡാർക്ക്നെസ് താഴ്ഭാഗത്തേക്കൊന്ന് കൊണ്ടുവരാം. ഇത് ആവശ്യാനുസരണം ഒന്ന് ക്രമീകരിച്ചുകൊണ്ട് ഇനി നമുക്കിത് മൂവ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് താഴേക്ക് നീക്കിക്കൊണ്ടുവന്ന് അതിൻ്റെ മുകൾ ഭാഗത്ത് അതിന് അനുയോജ്യമായ തരത്തിൽ അതൊന്ന് ക്രമീകരിക്കാം. നമുക്കത് വേണമെങ്കിൽ താഴെ ഉള്ള ആ ഒരു ഹാഫ് സർക്കിള് ചിത്രത്തിലുള്ളതുപോലെ അനുയോജ്യമായി ക്രമീകരിക്കാം. ഇപ്പോൾ 2 സർക്കിളുകൾ നമ്മളിപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് തീനാളമാണ്. തീനാളത്തിൻ്റെ ഒരു നാളം ചതുരം ഈ റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് സെറ്റ് ചെയ്യുന്നത്. അതൊരു ബ്രൗൺ കളർ സെലക്ട് ചെയ്തുകൊണ്ട് നേർത്ത ഒരു തീനാളം സെറ്റ് ചെയ്യാം. അതിനെയും ഈ മൂവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിൻ്റെ ഒരു മധ്യഭാഗത്തേക്ക് കൊണ്ടുവരാം. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ ഒരു തീനാളമാണ്. തീനാളത്തിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ സർക്കിൾ ടൂൾ എടുക്കുന്നു.
സർക്കിൾ ടൂൾ എടുത്ത് ഈ യെല്ലോ കളറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. യെല്ലോ കളർ അതിന് മുകളിലേക്ക് വയ്ക്കുന്നു. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നീക്കി അതിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവരാം. ഇനി അത് ചെയ്യേണ്ടത് അതൊന്ന് ബ്ലർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം സെലക്ഷൻ ടൂൾ നിൽക്കുകയാണെങ്കിലും ഈ സർക്കിൾ ടൂൾ നിൽക്കുകയാണെങ്കിലും നമുക്കിവിടെ ബ്ലർ ചെയ്യിക്കാനായിട്ട് കഴിയും. നമുക്കിവിടെ ഈ ബ്ലർ എന്നുള്ള ഓപ്ഷൻ അതിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടി നൽകാം. കൂട്ടുന്നതനുസരിച്ച് അത് ബ്ലറിലേക്ക് വരുന്നുണ്ട്. ഇനി അതൊന്ന് നമുക്കത് ക്രമീകരിച്ച് അതിൻ്റെ വലുപ്പവും സ്ഥാനവും ഒന്ന് ക്രമീകരിച്ച് കഴിഞ്ഞാൽ ചോദ്യത്തിൽ ഉള്ളതുപോലെ തന്നെ ആ ഒരു തീനാളം അവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി ഇത് സേവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സേവ് ചെയ്യുന്നതിന് ഫയൽ, സേവ് ആസ്, നമ്മളുടെ ഹോമിലെ എക്സാം 10 എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്. എക്സാം 10 സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ നൽകി SVGക്ക് മുമ്പുള്ള ഡോട്ട് നഷ്ടപ്പെട്ടു പോയാൽ അതുണ്ട് എന്നൊന്ന് ഉറപ്പുവരുത്തി സേവ് ചെയ്യുന്നതോടെ ഈ ഒരു പ്രവർത്തനം അവസാനിക്കുന്നു.